തലമുറയ്ക്കും ജീവിക്കാനുള്ളത് ഉണ്ടാക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രം അധികാരത്തിൽ വരുന്ന ഈ രാഷ്ട്രീയ കോമാളികൾ കാലാകാലങ്ങളായി നമ്മെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുവാനുള്ള മിനിമം വിവേകമെങ്കിലും പ്രബുദ്ധ മനസാക്ഷിക്ക് ഇനിയെങ്കിലും ഉണ്ടാകണം. ഒരുപക്ഷെ ചില ആളുകൾ ചിന്തിക്കും, ഇയാളെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടാണ്. അയ്യോ അങ്ങനൊന്നും തെറ്റിദ്ധരിക്കല്ലേ. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഇനിയിപ്പം നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ഇതിനെയൊക്കെ തൂത്തുകളയാൻ ചൂല് വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു ചുക്കും ഇവിടെ സംഭവിക്കത്തില്ലെന്ന് വെളിവും വെള്ളിയാഴ്ചയുള്ള മലയാളി ഇനിയും തിരിച്ചറിയാൻ വൈകിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ സന്ദേശത്തിൻ്റെ കാതൽ. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ലഹരിയിൽ നിന്നും, ലഹരിയും മദ്യവും കഞ്ചാവും അടിച്ചത് നിമിത്തം നടക്കുന്ന അക്രമങ്ങളിൽ നിന്നും, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഗവൺമെന്റ് രക്ഷിക്കുമെന്ന് പറഞ്ഞൊന്നും ചുമ്മാ ചിരിപ്പിക്കരുത്. കുടിക്കാൻ കൊടുക്കുന്നതും ഗവൺമെന്റ്, കുടിച്ചവനെ കൊണ്ട് പിഴയടപ്പിക്കുന്നതും ഗവൺമെന്റ് ആയിരിക്കുന്ന കോമഡി നാട്ടിൽ നിലനിൽക്കുന്ന കാലത്തോളം അത്തരം കഥയൊന്നും പറഞ്ഞാരും ചിരിപ്പിക്കരുത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട വാർത്ത എന്താ? ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമാന്തരങ്ങൾ തോറും കള്ള വിതരണം ചെയ്യാൻ പോവുകയാണെന്നാണ്. ക്ഷമിക്കണം, കള്ളെന്ന് പറയാൻ പാടില്ല, പോലീസ് പിടിക്കും. പോഷകാഹാരം എന്ന് പറയണമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തിരുത്തുന്നു, പോഷകാഹാരം കൊടുക്കും. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ അംഗൻവാടി പഠിക്കുന്ന കുട്ടികൾക്കും കൊടുക്കണം സാർ, ഉപ്പുമാവിൻ്റെ കൂടെ ഒരു കുപ്പി പോഷകാഹാരം. കുടിച്ച് വളരട്ടെന്നേ. 15ഉം 16ഉം വയസ്സിൽ വെട്ടുന്നതും കുത്തുന്നതും ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായി. അംഗൻവാടി തൊട്ട് വെട്ടി തുടങ്ങട്ടെന്നേ, അതല്ലേ ലേറ്റസ്റ്റ് ട്രെൻഡ്. അതുകൊണ്ട് ഗവൺമെന്റ് രക്ഷിക്കുമെന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിക്കല്ലേ ചങ്ങായി. പിന്നെ ആരാ ഉള്ളത്? പോലീസ് സംവിധാനം. ചോദിക്കാം, സാറിന് കഴിയുമോ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷിപ്പാൻ? പോലീസ് സംവിധാനത്തോട് ചോദിക്കാൻ. വിശപ്പ് കൊണ്ട് അടുത്ത ബേക്കറിയിൽ നിന്നൊരു ബണ്ണ് കട്ടിട്ട് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചവനെ സമൂഹം നാളെ മുതൽ വിളിക്കുന്ന ഒറ്റപ്പേരേ ഉള്ളൂ, കള്ളനാണവൻ. അയ്യോ വിശന്നിട്ടല്ലേ, അതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് വിഷയമല്ലല്ലോ. അവൻ കള്ളനല്ലേ? അതെ, കള്ളനാണ്. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് പുറത്തു വരുന്ന വിശന്നപ്പോൾ ബ്രെഡ് കട്ടവനെ കള്ളനെന്ന് വിളിച്ച് ഈ സമൂഹം അവൻ ഏതെങ്കിലും ഒരു കടയിൽ ജോലി കൊടുക്കാൻ തയ്യാറാകുമോ? അവൻ എന്നും കള്ളനല്ലേ? അങ്ങനെ വിശപ്പിന് ബണ്ണ് കട്ടിട്ട് അകത്തു പോയവൻ പിന്നെ ആരായി മാറുന്നു? സമൂഹം കണ്ട ഏറ്റവും വലിയ കള്ളനായി, ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധനായി, പോക്കറ്റടിക്കാരനായി അകത്തു പോകുന്നവൻ സകല അടവും പഠിച്ച് തികഞ്ഞ കള്ളനായി പുറത്തു വരുന്ന ഇവിടുത്തെ ശിക്ഷാ സംവിധാനം അതിൻ്റെ അപ്പുറത്ത് എന്തും മാറ്റമാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. ഒന്നുകൂടെ ചോദിക്കട്ടെ, വിവാഹ സ്വപ്നങ്ങളുമായി ട്രെയിനിൽ യാത്ര ചെയ്ത നമ്മുടെ കൊച്ചു സഹോദരി സൗമ്യ എന്ന് പറയുന്ന പെൺകുഞ്ഞനെ ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു കൊന്നുകളഞ്ഞ നരാധമനായ ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമിക്ക് എന്ത് സംഭവിച്ചു? ജയിലിൻ്റെ അകത്ത് കൊണ്ടുപോയി ചിക്കനും പൊറോട്ടയും ചോറുമൊക്കെ കൊടുത്ത് തടിച്ച് കൊഴുത്ത് സുന്ദരക്കുട്ടപ്പനായി സിനിമാ താരത്ത് വല്ലുന്ന ഗ്ലാമറോടെ അവൻ പുറത്തു വന്നപ്പോൾ തനിക്ക് പീഡിപ്പിക്കാൻ ഒരു കൈ പോരെന്ന് മനസ്സിലാക്കിയിട്ട് അവന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കൈ വെച്ചു കൊടുക്കാൻ തയ്യാറായ സംഘടനകളുള്ള നാടാണ് സാർ ഈ കേരളം. അതുകൊണ്ട് ചുമ്മാ ചിരിപ്പിക്കരുത്. എന്ത് ശിക്ഷാ നടപടിയാണ്? തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കഷായത്തിലും ജ്യൂസിലും വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞ് ഗ്രീഷ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കുറിച്ച് പോലീസുകാർ പറഞ്ഞ വാക്കെന്താ? മിടുക്കി. അങ്ങനല്ലേ പറഞ്ഞത്? അതെ, മിടുക്കിയാണവൾ, മിടുക്കി. ഗവൺമെന്റ് കൊടുത്ത പരിഗണന എന്താ? കോടതി കൊടുത്ത പരിഗണന എന്താ? പ്രായം കുറവല്ല, 22 വയസ്സല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജാമ്യത്തിൽ വിട്ട് പുറത്തു വന്നവൾ ചിരിച്ചു കൊണ്ടുപോയ വീഡിയോ കണ്ടില്ലേ? അത് നല്ലൊരു പരിഗണനയാണ്. 22 വയസ്സല്ലേ, പ്രായം ചെറുതല്ലേ. അതെ, ഇനി എത്ര പേരെ കൊല്ലാനുള്ള പ്രായം കൊച്ചിനുണ്ട്? അകത്ത് കിടന്നാൽ കൊല്ലാൻ പറ്റുമോ? പോയി കൊന്ന് ആശ തീർത്തിട്ട് വരട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ഉപദേശിമാരെ പരിഹസിച്ചുകൊണ്ട് പോലീസ് നന്നാക്കും ഗവൺമെന്റ് നന്നാക്കുമെന്നൊന്നും പറഞ്ഞൊന്നും ചിരിപ്പിക്കല്ലേ ചങ്ങായി. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ശരി, താങ്കൾ ഈ പറഞ്ഞതൊക്കെ ശരിയാ, അതുകൊണ്ട് പോലീസിനും ഗവൺമെന്റിനും ഒന്നും നന്നാക്കാൻ കഴിയാത്ത മനുഷ്യരെ പിന്നെ നന്നാക്കുന്ന വല്ല ഉപകരണവും നിങ്ങളുടെ വണ്ടിക്കകത്തുണ്ടോ? എന്നാൽ പിന്നെ അതിങ്ങോട്ട് ഈ ഫുട്പാത്തിൽ ഇറക്കി വെച്ചാൽ ഓരോന്ന് മേടിച്ച് ഞങ്ങളും സഹായിക്കാം എന്നൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. സ്നേഹിത ക്ഷമിക്കണം, അങ്ങനെ ഉപകരണങ്ങളൊന്നും ഞങ്ങൾ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടില്ലേ. പിന്നെ ഈ പൊടിയും പുകയൊക്കെ സഹിച്ച് നിങ്ങളിങ്ങനെ ഈ തൊണ്ട കീറിയൻ്റെ പ്രയോജനം എന്താ? പറയാം, ഉപകരണങ്ങളൊന്നും വണ്ടിയിലില്ലെന്നേ പറഞ്ഞുള്ളൂ. പിന്നെന്താ? ആമേൻ. ഈ വണ്ടിക്കകത്ത് ഉപകരണങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഈ വാഹനത്തിൽ കടന്നു വന്ന ആളുകളാണ് ഇവിടെ പല കടത്തിണ്ണകളിലും അവിടവിടങ്ങളിലായി നിൽക്കുന്ന ചെറുപ്പക്കാരായ ആളുകളും മധ്യവയസ്കരായ ആളുകളും. ഞങ്ങളാരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ ഓടിക്കൂടിയവരൊന്നുമല്ല.
അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗമൊക്കെ ഇവിടെ ആർക്കാ ഇഷ്ടം? ഇവിടെ ഇപ്പൊ ചുംബന സമരമാണ് നടന്നതെങ്കിൽ ഈ പഞ്ചായത്ത് മുഴുവൻ ഇവിടെ കണ്ടേനെ. എന്നാൽ ഒരുത്തം മാറി നിന്ന് ചുംബിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവനെ കാലേ വാരി ഭിത്തിയിലടിക്കുന്ന അണ്ണന്മാരുള്ള നാട്ടില് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പറയുന്ന പ്രസംഗം ഇവിടെ ആർക്കാ ഇഷ്ടം? ഞങ്ങളാരും ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ വന്നതല്ല കേട്ടോ. പിന്നെന്താ, ഒരു കാലത്ത് ഇതേ മദ്യത്തിനും ഇതേ ലഹരിക്കും ഇതേ കഞ്ചാവിനുമൊക്കെ അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനുമൊക്കെ തലവേദനയായി ജീവിച്ച ഭൂതകാലമുള്ളവരാ. പെറ്റതള്ളയ്ക്ക് പോലും നന്നാക്കാൻ കഴിയാതെ ഇവനൊന്ന് ചത്തെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു ചിന്തിച്ചൊരു കാലയളവിൽ ജീവിച്ച ജീവിതങ്ങളാ. ഞങ്ങളിൽ ചിലരെയൊക്കെ പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയി തലകീഴായി കെട്ടിത്തൂക്കി കാൽവെള്ളയിൽ ചൂരൽ വടി കൊണ്ട് ആഞ്ഞടിച്ചിട്ടും ചൂരൽ നന്നായതല്ലാതെ ഞങ്ങളിൽ പലരും നന്നായിട്ടില്ല. അങ്ങനെ ജീവിച്ച പശ്ചാത്തലം ഞങ്ങൾക്കുണ്ട്. എന്നാൽ ആ കാലത്ത് നിന്ന് ഒരു നാണയത്തൊട്ട് ചെലവില്ലാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഒരു ധ്യാന കേന്ദ്രങ്ങളിൽ പോകാതെ, മറ്റൊരു തരത്തിലുള്ള ശിക്ഷാ സംവിധാനങ്ങളിലൂടെ അല്ലാതെ ഇന്ന് അടുത്ത തലമുറയോട് ഈ തിന്മകളിലേക്ക് പോകരുത് എന്ന് പറയുവാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച സന്ദേശത്തിൻ്റെ വക്താക്കളായിട്ടാണ് ഞങ്ങൾ ഉപദേശിമാർ തെരുവിൽ നിൽക്കുന്നത്. ഏതാണ് ആ സന്ദേശം? ഉലക ചരിത്രത്തിൽ ഇന്നയോളം എതിർക്കാൻ ഒരു എതിരാളിയില്ലാതെ, മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനാർത്ഥിയില്ലാതെ, ലോകത്തിൻ്റെ 5 വൻകരകളിൽ പടർന്നു പന്തലിച്ച് ജയിലിൻ്റെ അകത്ത് പോലും കടന്നു ചെന്ന കുലപാതകിയെപ്പോലും മനുഷ്യസ്നേഹിയാക്കി മാറ്റിക്കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശമേ ഉലകത്തിലുള്ളൂ. അതാണ് ഞങ്ങൾ ഉപദേശിമാരും നാണമില്ലാതെ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. ഈ സന്ദേശമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിയത്. അപ്പം ചിലർ പറയും അത് ക്രിസ്ത്യാനികൾക്കുള്ളതല്ലേ, അത് ക്രിസ്ത്യാനികളുടെ പരിപാടിയല്ലേ. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് തെറ്റിയല്ലോ. ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പേര് ഷമീർ എന്നാണ്, ബാപ്പാൻ്റെ പേര് അബ്ദുൽ സലാം എന്നാണ്, ഉമ്മാൻ്റെ പേര് ജമീല ബീവി എന്നാണ്. പാരമ്പര്യമായി ജനിച്ചു വളർന്ന അങ്ങനെയൊക്കെ തന്നെയാ. എന്നാൽ 16-17 വയസ്സിൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്ന പാട്ടും കൂത്തും ഗാനമേള നടത്തിയും അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീരും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കി നടന്നൊരു ഭൂതകാലം. ആ കാലത്തൊക്കെ ഇതുപോലെ തൊണ്ട കയറി കവലിൽ നിന്ന് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പറയുന്ന ഈ ഉപദേശിമാരെ കണ്ടാൽ ഇവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട, മാറും. എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സന്ദേശത്തിന് അല്പമൊന്ന് ചെവി കൊടുക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ജീവിതത്തിൻ്റെ ചരിത്രം മാറി. കഴിഞ്ഞ 22 വർഷമായി ബാപ്പയ്ക്കും അമ്മയ്ക്കും പെങ്ങന്മാർക്കും കുടുംബത്തിനുമൊക്കെ കൊള്ളാവുന്നവനായി ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചൊരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്ന ഈ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. ഞങ്ങളോടൊപ്പം കടന്നു വന്ന മറ്റൊരു സഹോദരൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രാംലാൽ രാമചന്ദ്രൻ എന്നാണ്. ഇവിടെ അടുത്ത് ഓച്ചിറക്കാരനാണ്. ഓച്ചിറ ഉത്സവത്തിൽ ഓച്ചിറക്കാളയായി തുള്ളിക്കളിച്ച് കള്ളും കുടി ചോടയിൽ കിടന്ന രാംലാൽ രാമചന്ദ്രൻ ദേഹൻ്റെ വലത്ത് ഭാഗത്ത് നിവർന്നു നിൽക്കുന്നു. പെറ്റതള്ളയ്ക്ക് പോലും വേദനയായി ജീവിച്ച രാംലാലിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റി ഇന്ന് ഈ സന്ദേശത്തിൻ്റെ വക്താവായി നാണമില്ലാതെ തെരുവിൽ നിൽക്കാൻ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിയ സന്ദേശമാണ് സുവിശേഷം. മറ്റൊരു സഹോദരൻ ഇവിടെ നിൽക്കുന്നു, ടിജോ സോളമൻ. ഞാൻ ജനിച്ചത് ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റുന്ന പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ടിജോ സോളമൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സന്ദേശത്തിന്റെ വക്താവായി ഇതാ തെരുവിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞങ്ങളിവിടെ ഉയർത്തുന്ന സന്ദേശം ഏതെങ്കിലും ഒരു വിഭാഗക്കാരൻ്റെ സന്ദേശമല്ല. ഏതു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനെയും ഏത് നരഭോജിയെയും നരസ്നേഹിയാക്കി മാറ്റാൻ കഴിയുന്ന ഉലകം കണ്ട ഏക സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. അക്രമത്തിൻ്റെ മാർഗം ഞങ്ങൾ